അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. हर वक्त लब पे बस ये दुआ रहना चाहिए, आए रब तेरे जिक्र है जिंदगी बन जाने. വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ അഭിരമിച്ച് ജീവിക്കുന്ന ഈ ആധുനിക കാലത്ത് ദൈവസ്മരണ എന്ന വിഷയം എന്തുകൊണ്ടും പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ദൈവസ്മരണ എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യദ്കുറുൽ ഖൗമു യദ്കുറൂനല്ലാഹു ഇല്ലാ ഹഫത്തുൽ മലായികതു വഅശിയത്തുർ റഹ്മ വനസല അലൈഹിമുസ് സകീന വദക്കറല്ലാഹു ഫീ മൻ ഇൻദഹു. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആലോചിച്ചിരുന്നാൽ അവൻ്റെ മേൽ അല്ലാഹുവിൻ്റെ മലായികത്തുകൾ ചുറ്റപ്പെടും, അവൻ്റെ മേൽ അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇറക്കും, അവൻ്റെ മേൽ മനഃശാന്തി ലഭിക്കപ്പെടും. അവനെക്കുറിച്ച് പടച്ച റബ്ബ് മലായികത്തുകളോട് പുകഴ്ത്തി പറയും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ആധുനിക കാലത്ത് സമൂഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് മാനസിക സമ്മർദ്ദം, സ്ട്രെസ്, ഡിപ്രഷൻ, കുടുംബങ്ങൾ തമ്മിലുള്ള വിരോധവും കലഹങ്ങളും. ഇതിനൊക്കെയുള്ള പരിഹാരമായി പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച മാർഗം തന്നെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പടച്ച റബ്ബിനെ ദൈവസ്മരണ കൊണ്ടല്ലാതെ മനഃശാന്തി ലഭിക്കില്ല കേട്ടോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. പടച്ച റബ്ബിനെ ഓർക്കുന്നവനും ഓർക്കാത്തവന്റെയും ഉപമ എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നത് മസലുൽ ഹയ്യി വൽ മയ്യിത്ത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു മൂവർ സംഘം കടന്നു വരികയാണ്. ഒരു മൂവർ സംഘം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. നബിയും സഹാബത്തും മജ്ലിസ് നടത്തുന്ന സമയമാണത്. ആ സമയത്താണ് ഈ മൂവർ സംഘത്തിന്റെ കടന്നുവരവ്. ആദ്യമേ ആ മൂവർ സംഘത്തിലെ മൂന്നാമന മജ്ലിസിൽ നിന്ന് പടച്ച റബ്ബിന്റെ ദിക്ർ പറയുന്ന മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. മിച്ചം വന്ന രണ്ടുപേർ നബി തങ്ങളുടെ ചാരേ വന്ന് നിൽക്കുകയാണ്. ആ മിച്ചം വന്നതിൽ ഒന്നാമത്തവനുണ്ടല്ലോ, അവൻ ആ സദസ്സിന്റെ ഏറ്റവും മുമ്പന്തിയിലെ സൊഫിൽ ഒരിടം കണ്ടെത്തി അവിടെ ചെന്നിരുന്നു. രണ്ടാമത്തവനുണ്ടല്ലോ, അവൻ ആ സദസ്സിന്റെ ഏറ്റവും പിറകിലായി പോയിരുന്നു. മജ്ലിസ് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോടായി പറഞ്ഞു, യാ സ്വഹാബാ, ഞാൻ നിങ്ങൾക്കൊരു മൂവർ സംഘത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ സ്വഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതിലൊന്നാമത്തവനുണ്ടല്ലോ, ആ സംഘത്തിലെ ഒന്നാമത്തവനുണ്ടല്ലോ, അവൻ പടച്ച റബ്ബിലേക്ക് ധാരാളം അടുക്കാൻ ശ്രമിച്ചവനാണ്. പടച്ച റബ്ബിന്റെ മജ്ലിസ് പറയുന്നിടത്ത് ധാരാളം പടച്ച റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിച്ചു. സദസ്സിന്റെ മുമ്പന്തിയിൽ വന്നിരുന്നവനാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് അവനിലേക്കും അടുത്തിരിക്കുന്നു. രണ്ടാമത്തവനുണ്ടല്ലോ, അവൻ പടച്ച റബ്ബിനോട് ലജ്ജ കാണിച്ചവനാണ്. പടച്ച റബ്ബിന്റെ സദസ്സിൽ അവൻ ഏറ്റവും പിറകിലായി പോയിരിക്കുകയാണ്. എന്നിട്ട് അവൻ പടച്ച റബ്ബിനോട് ലജ്ജ കാണിച്ചതിനാൽ പടച്ച റബ്ബ് അവനോടും ലജ്ജ കാണിച്ചിരിക്കുന്നു സഹാബ. മൂന്നാമത്തവനുണ്ടല്ലോ, മൂന്നാമത്തവനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, മൂന്നാമത്തവൻ പടച്ച റബ്ബിന്റെ ദിക്റിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞവനാണ്. പടച്ച റബ്ബിന്റെ ദിക്ർ പറയുന്ന മജ്ലിസിൽ ആദ്യമേ പ്രവേശിക്കാതെ ഇറങ്ങിപ്പോയവനാണ്. അവനെ തൊട്ട് പടച്ച റബ്ബും തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു സഹാബ. മഹാനായ സുഹൈൽ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം. സുഹൈൽ റളിയല്ലാഹു അൻഹു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മരണശേഷം സ്വപ്നത്തിൽ കാണുകയാണ്. അവിടുന്ന് ചോദിച്ചു, യാ അബാ യഹ്യാ, താങ്കൾ എത്തുമായിട്ടാണ് പടച്ച റബ്ബിന്റെ അടുത്തേക്ക് ചെന്നതെന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അവിടുന്ന് മറുപടിയായി സ്വപ്നത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ധാരാളം പാപങ്ങളുമായിട്ടാണ് പടച്ച റബ്ബിന്റെ അടുത്തേക്ക് ചെന്നത്. എന്നാൽ ദൈവസ്മരണ എന്ന് അള്ളാഹുവിനെ കൊട്ടുള്ള നല്ല വിചാരങ്ങൾ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാക്കി. ബദർ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? മുസ്ലിങ്ങൾ വളരെ കുറച്ചു പേർ മാത്രമായിരുന്നു ബദർ യുദ്ധത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവർ യാ അല്ലാഹ് എന്ന് പടച്ച റബ്ബിലേക്ക് രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തപ്പോൾ പടച്ച റബ്ബ് മലായികത്തുകളെ ഇറക്കിക്കൊണ്ട് അവർക്ക് സഹായം നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീയിലിട്ടപ്പോൾ ദൈവസ്മരണ കൊണ്ട് പടച്ച റബ്ബ് ആ തീയെ തണുപ്പാക്കി മാറ്റുകയാണ്.
ഈ ചരിത്രങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസ്മരണ ഏതൊരു മനുഷ്യനെയും സംരക്ഷിതനാക്കുമെന്നതാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.